നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യനെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ തന്നെ 2022 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അന്ന് ചോദിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള, വഫിയ വിദ്യാർത്ഥികളായ 6 പേർ. എത്ര പേരാന്ന് തന്നിട്ടുണ്ട്? 6 പേരാണെന്ന് തന്നിട്ടുള്ളത്. എന്ത് രീതിയിലായിരിക്കുന്നു? വൃത്താക് സർക്കിൾ അല്ലെ, റൗണ്ട് രൂപത്തിലാണ് അവരിയ്ക്കുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ടോ? ഓക്കെ, സർക്കിളിലാണ് അവരിയ്ക്കുന്നത്. എത്ര ആളുണ്ടെന്നാ പറഞ്ഞ? 6 ആളുകൾ അല്ലെ. 1 2 3 4 5 6. അപ്പൊ 6 പേരുടെ സീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി അവിടെ തന്നിട്ടുള്ള അടുത്ത കാര്യം നോക്കാം. സഹല ഫരീദ്, സോറി, അതിന് മുമ്പായിട്ട് ഇവിടെ ഉണ്ടല്ലോ എന്താണ്, ഫർസാന ഫരീദയുടെ എതിർദിശയിലാണ് അല്ലെ. ഫർസാന ഫരീദയുടെ എതിർദിശയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫർസാന വന്നാൽ ഫർസാനയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെയല്ലേ. ഇവിടെ ആരുണ്ടാകും? ഫരീദ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഫരീദ. അപ്പൊ അത് ഓക്കെ. ഇനി രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. സഹല ഫരീദയുടെ വലത് ഭാഗത്തും. അപ്പൊ സഹല എവിടെയായിരിക്കുന്ന? ഫരീദയുടെ വലത് ഭാഗം. ഇത് ഫരീദ, ഇതല്ലേ ഫരീദ. ഫരീദയുടെ വലത് ഭാഗം എന്ന് വെക്കുമ്പോ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എടുക്കുന്ന ഈ ദിശയിലോട്ടാ, ഇങ്ങോട്ടാ നോക്കുന്നത്. ഇതാണ് വലത് ഭാഗം. ഓക്കെ, ഈ സൈഡിലോട്ട് ഈ ആരോ മാർക്ക് പോയ സൈഡാണ് വലത് ഭാഗം. അപ്പൊ ഫരീദയുടെ വലത് ഭാഗം വരുന്നത് ഈ സൈഡാ. ഇവിടെയാണ് ആരുള്ളത്? സഹല അല്ലെ. അപ്പൊ ഇവിടെ ആര് വരും? സഹല. ഓക്കെ, എഴുതിയത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്നുകൂടെ ക്ലിയർ ആക്കി എഴുതാം. അപ്പം ഇവിടെ ആര് വരും? സഹല. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? സഹല ഫരീദയുടെ വലത് ഭാഗത്തും സിത്താരയുടെ ഇടത് ഭാഗത്തുമാണ്. ഇടത് നമ്മൾ നോക്കുമ്പം ഈ ഡയറക്ഷനിലാണ്. ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്ന അതേ ദിശയിലേക്ക്, അതേ ദിശയിലേക്ക്. അപ്പൊ ഇവിടെ ആര് വരും? ഈ ഒരു ഭാഗത്താണ് ആര് വരുന്നത്? സിത്താര. അപ്പൊ ഇവിടെ ആര് വന്നു? സിത്താര. ഓക്കെ, ഇവിടെ സിത്താരയാണ്. അപ്പം നമുക്കിപ്പോ എത്ര ആൾക്കാരെ കിട്ടി? 1 2 3 4 ആളുടെ സീറ്റ് കിട്ടി. ഇനി അടുത്തത് പറയാനുള്ളത് എന്താണ്? ദിൽറുബ ഫരീദയുടെ ഇടത് ഭാഗത്തുമാണ്. അപ്പൊ ഇനി ദിൽറുബ എന്ന് പറഞ്ഞാൽ ആരുടെ ഇടത് ഭാഗത്താണ്? ഫരീദയുടെ ഇടത് ഭാഗം ഇതല്ലേ, ലെഫ്റ്റ് ഇതല്ലേ. അപ്പൊ ഇവിടെ ആര് വരും? അവിടെ ദിൽറുബ വരും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി ആരാണെന്ന് കിട്ടി? ഇവിടെ ദിൽറുബ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണ്? മഫാസ ഫർസാനയുടെ വലത് ഭാഗത്ത്. ഫർസാനയുടെ വലത് ഭാഗം ഇതല്ലേ വരുന്നത്, ഇങ്ങോട്ടല്ലേ, ക്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശ. അപ്പൊ ഇവിടെ ആരാന്ന് നമുക്ക് കിട്ടി? മഫാസ ഇവിടെയാണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും വായിച്ചു നോക്കണോ? നോക്കണ്ട. എന്താ? അല്ല, നമ്മൾ ഒന്നും കൂടെ നോക്കണം ക്വസ്റ്റ്യൻ എന്തെങ്കിലും. അപ്പൊ 6 ആളെയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പിന്നീട് പറയുന്നത് സിത്താരയും മഫാസയും തമ്മിലും. അപ്പൊ സിത്താരയും മഫാസയും ആരൊക്കെയാ? സിത്താര, മഫാസ, അവരൊരു ടീം. ദിൽറുബ, ഫരീദ, ഇവർ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ഥലം. ഓക്കെ, അത് നമുക്കൊരു സ്പെഷ്യൽ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം. മഫാസ, സിത്താര, ഇവർ രണ്ടും ഒരു ടീം എന്ന് വെച്ചാല് എന്ത് വന്നിട്ടുണ്ട്? സിത്താര ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്, മഫാസ ഇങ്ങോട്ടേക്കും പോയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി വേറെ ആരൊക്കെയാ തമ്മിൽ വീണ്ടും പരസ്പരം മാറിയ ആൾക്കാര്? ദിൽറുബയും ആരൊക്കെയാ? ദിൽറുബയും ഫരീദയും. സോറി, അത് വേറൊരു കളർ ഇടാം, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാലോ. ദിൽറുബയും ഫരീദയും അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, ഈ സ്പെഷ്യൽ കളർ ഇട്ടെന്ന് വെച്ചാൽ ഇവര് തമ്മിൽ അങ്ങോട്ടേക്ക് ഇന്റർചേഞ്ച് ചെയ്തതിന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഫർസാനയുടെ എതിർദിശ. ഫർസാന ഇതല്ലേ ഫർസാന. ഫർസാനയുടെ എതിർദിശയിൽ ആരാണ്? ഫരീദയാണോ? അല്ല, ഫരീദയുടെ സ്ഥലത്തേക്ക് ആര് വന്നിരുന്നു? ദിൽറുബ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എന്താ പറയാം? ഫർസാനയുടെ എതിർദിശയിൽ ആരാ? ദിൽറുബ. അപ്പൊ ഒന്നിന്റെ ആൻസർ എന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മഫാസയുടെ
ഇടത് ഭാഗത്ത് ആരാണ്? മഫാസ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണ്? സിത്താര ഇരിക്കുന്ന സ്പേസിലാണ് ആര് വന്നിരുന്നത്? മഫാസ. എന്ന് വെച്ചാൽ ഇവിടെയാണ് നിലവിൽ ആര് ഇരിക്കുന്നത്? മഫാസ ഇരിക്കുന്നത്. അപ്പൊ മഫാസയുടെ ഇടത് ഭാഗം എന്ന് വെച്ചാൽ ക്ലോക്കിന്റെ സൂചി ഓടുന്ന സ്ഥലം. അപ്പൊ അതാണ് നമ്മള് ഇടതായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾ ആരാണ്? സഹല. അപ്പം ബിയുടെ ആൻസർ നമുക്ക് എന്തോ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ സി സഹല. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സിത്താരയുടെ ഇടത് ഭാഗത്ത് ആരാണ്? സിത്താരയുടെ ഇടത് ഭാഗത്ത്. അപ്പൊ സിത്താര എവിടെയാ ഇരിക്കുന്നത്? ഇവിടെയല്ലേ? മഫാസയുടെ സ്ഥലത്തേക്ക് ആര് വന്നിരുന്നു? സിത്താര വന്നിരുന്നു. അപ്പൊ സിത്താരയുടെ ഇടത് നോക്കുന്നത് ക്ലോക്ക് ഓടുന്ന അതേ ദിശ എന്ന് വെച്ചാൽ ഈ സൈഡിലോട്ടാ നോക്കുന്ന ഇടത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളാരാ? ഫർസാന. അങ്ങനെയാവുമ്പോ 25ന്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി. ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ.